നവംബർ 19, 2025 നിങ്ങൾക്ക് PM കിസാൻ്റെ ഗഡു കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി കിട്ടാത്തവരുണ്ടെങ്കിലും കിട്ടിയ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. PM കിസാനെ സംബന്ധിച്ചിടത്തോളം വിവിധ വീഡിയോകൾ നമ്മുടെ SD ചാനലിലുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കയറി നോക്കിയാൽ ഓരോ കാര്യങ്ങൾ അതിൻ്റെ മനസ്സിലാവും. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൈസ കിട്ടിയ ആളുകൾ നിർബന്ധമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം EKYC ചെയ്യണം എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. അതായത് നേരത്തെ നിങ്ങൾ EKYC ചെയ്ത് കാണും. അപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പത്ര കട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ. അതായത് അനർഹർ ഒരുപാട് ഇതിനകത്ത് കയറി കൂറിയിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതിയ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് EKYC ചെയ്യുന്നതിലൂടെ അനർഹരെ കണ്ടുപിടിച്ച് ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അനർഹർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, റേഷൻ കാർഡിൽ 1ഉം 2ഉം പേര് ഒരു വീട്ടിൽ വാങ്ങിക്കുന്നത്, അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന കുടുംബത്തിലെ ആളുകളുണ്ടെങ്കിൽ അവരെ ഒഴിച്ചു മാറ്റുക തുടങ്ങി ഒരുപാട് കാര്യങ്ങളിലൂടെ യഥാർത്ഥ കർഷകർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി വിവിധ തരം പദ്ധതികൾ കേന്ദ്ര സർക്കാർ ഈ PM കിസാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപ്ഡേഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ അപ്ഡേഷൻ, അതായത് EKYC എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്റർ, അതാണ് ഈ CSE എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെന്ന ബയോമെട്രിക് ഓതൻറ്റിക്കേഷനിലൂടെ ഈ PM കിസാൻ്റെ EKYC പൂർത്തീകരിക്കാൻ സാധിക്കും. അത് സൈറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ച് താമസിക്കും. മിക്ക കേസുകളിലും നമ്മളിവിടെ കിടങ്ങനൂർ CSEയിൽ ചെയ്യുന്നത് രാവിലെ ഒരു 9 തൊട്ട് ഏകദേശം ഒരു 11 മണി വരെയൊക്കെ അത് വർക്കിംഗ് ആയിരിക്കും. അതിനുശേഷം ആ സൈറ്റ് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പുതിയ വേറൊരു നോട്ടിഫിക്കേഷൻ CSEയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് നമ്മുടെ ചാനലിലൊരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ആ പോസ്റ്റിൽ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടു കാണും. അതിൽ CSEകൾക്ക് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടാത്ത കർഷകരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ ഇപ്പോൾ PM കിസാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നടപടി ഉടനെ അവർ എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കേസൂടെ ഇപ്പോൾ CSE വഴി നടക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ PM കിസാൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധമായി 3 കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അതായത് നമ്മുടെ EKYC നിർബന്ധമായിട്ട് ചെയ്യണം. രണ്ടാമത് നമ്മുടെ ലാൻഡ് സീഡിങ് നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ ആധാറും ബാങ്ക് അക്കൗണ്ടും കൂടെ സീഡ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അത് കിട്ടുന്നവരായിക്കോട്ടെ ഇനി കിട്ടാതിരിക്കുന്നവരായിക്കോട്ടെ, ഇത് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ ഭാവിയിൽ തുടർന്നും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യണം. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SD ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.